Today we are going through the second part of solvency ratios, that is coverage ratios. The first part was structural ratios. Here there is coverage ratio. It identifies the coverage of our interest and dividend requirement ഔട്ട് ഓഫ് അവർ പ്രോഫിറ്റ്. അതായത് കിട്ടിയ പ്രോഫിറ്റ് നമ്മുടെ ഇൻട്രസ്റ്റും പ്രോഫിറ്റൊക്കെ കവർ ചെയ്യാനുള്ളതാണോ അല്ലയോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോസാണ് കവറേജ് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ഇൻട്രസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് റീപേയ്മെൻറ്റ് ഈസ് സേഫ്. നമ്മുടെ ഇൻട്രസ്റ്റുകളോ അല്ലെങ്കിൽ ഫിക്സഡ് റീപേയ്മെൻറ്റുകളോ സേഫാണോ, കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് അളക്കുന്ന റേഷ്യോ ആണ് കവറേജ് റേഷ്യോ. ഹയർ ദ റേഷ്യോ ബെറ്റർ ഇറ്റ് ഈസ്. ഈ റേഷ്യോ കൂടുന്ന അത്രയും നല്ലതാണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റീപേയ്മെൻറ്റ് എബിലിറ്റിയാണ് ഇതിലൂടെ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്പർ ഓഫ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് എത്ര തവണ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 തവണ 3 തവണ അങ്ങനെയൊക്കെ അങ്ങ് നമ്പർ ഓഫ് ടൈംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു നമ്പർ ആയിരിക്കാം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ആർ ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഫിക്സഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, ഓവറോൾ കവറേജ് റേഷ്യോ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കവറേജ് റേഷ്യോസ്. ഓക്കെ, ആദ്യം ഞാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനാലിസിസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് EBIT 90,000, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 30, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 60, ടാക്സ് 30,000, ബാലൻസ് 30, then preference dividend 10,000, profit available to equity shareholders 20,000, debenture 2 lakh, preference capital 1 lakh, equity 1 lakh. Okay, 10,000 into 10, 1 lakh. ഓക്കെ, ഒരു ധാരണ ഉണ്ടാക്കി, ഇതാണ് നമുക്കൊരു സ്ട്രക്ചർ മനസ്സിലുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു EBIT. EBIT മീൻസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. അതായത് നമ്മുടെ EBIT, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് കൊടുക്കാൻ മാത്രമുണ്ടോ ഇല്ലയോ. കാരണം നമ്മൾ ഈ EBIT എടുക്കാൻ കാരണം EBITയിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുക എന്താണ്, ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഈ EBIT 50,000 ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടേ ബാക്കി എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ EBIT ഈസ് ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോക്ക് EBIT എടുത്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ EBIT എത്രയാണ് വരിക നമ്മുടെ കേസിൽ? EBIT എത്ര വരും? 1 lakh. ഇതൊരു സ്ട്രക്ചർ മാത്രമാണ്. EBIT എത്ര വരും ഇവിടെ ഈ കേസിൽ? EBIT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 90,000 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ചാർജസ്. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ് വരിക? ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ലെസ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 30,000. ഓക്കെ, ഇവിടെ നമ്മൾ 15% ഡിബഞ്ചേഴ്സ് ഓഫ് 2 lakh ആണ്. ഇപ്പോൾ 30,000 ആണ് വരിക. ഇപ്പോൾ 30,000 ആണ്. ഇപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താണ്? 90,000 ഡിവൈഡഡ് ബൈ 30,000. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 3 എന്നുള്ള ഉത്തരം കിട്ടും. ഉത്തരം 3 ടൈംസ്. പിന്നെ ഈസ്റ്റ് 1 അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 90,000 ഡിവൈഡ് ബൈ 30,000 ഈസ് ഈക്വൽ ടു 3 ടൈംസ് എന്നാണ് നമ്മൾ ആൻസർ എഴുതുക. ഒരു എക്സാമ്പിൾ നോക്കൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,20,000, 15% ഡിബഞ്ചേഴ്സ് ₹5 lakhs, 10% പ്രിഫറൻസ് ക്യാപിറ്റൽ 1 lakh, ഇക്വിറ്റി ക്യാപിറ്റൽ 10,000 ഷെയർസ് ഓഫ് 10 each, ടാക്സ് 50%. ഫൈൻഡ് ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോക്ക് ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്തൊക്കെയാണ് വേണ്ടത്? EBIT എത്രയാണ്? 1,20,000 ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് എത്ര വരിക? 5 lakh ആണ് നമ്മുടെ ഡിബഞ്ചർ, അതിൻ്റെ 15% അല്ലേ. അപ്പോൾ ഒരു 75,000 രൂപ വരും. സോ 1,20,000 ഡിവൈഡഡ് ബൈ 75,000. ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ പെർസെൻറ്റേജ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സെക്കൻഡ് കവറേജ് റേഷ്യോ ഈസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇവർ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണ്. പക്ഷേ പറയുമ്പോൾ ഡിവിഡൻഡ് എന്നേ പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫിക്സഡ് ബ്രേക്കറ്റിലിട്ടത്. ഫിക്സഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ആർക്കാണ് ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡാണ് ഫിക്സഡ് ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഇറ്റ് മെഷർ ദ എബിലിറ്റി ടു പേ ഫിക്സഡ് ഡിവിഡൻഡ് ഓർ പ്രിഫറൻസ് ഡിവിഡൻഡ്.
പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ഇതിലൂടെ മെഷർ ചെയ്യുന്നത്. ഹിയർ വി കൺസിഡർ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എപ്പോഴാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തത്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, EBIT ചെയ്തു, ലെസ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ചെയ്തു, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. ഇത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ ടാക്സ് ലെസ് ചെയ്തു. ബാലൻസ് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 30,000. ഈ 30,000-ൽ നിന്നാണ് 10,000 രൂപയുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തത്. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കൺസിഡർ ദ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, അല്ലേ, ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു ആൻഡ് ടാക്സും ലെസ് ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇതാണ് നമ്മൾ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ എടുക്കുക, എത്രയായിരിക്കും റേഷ്യോ വരിക? പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്ര വരും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 30,000 ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് 10,000. ഇപ്പോൾ എത്രയാണ് റേഷ്യോ വരിക? 30,000 ഡിവൈഡ് ബൈ 10,000 ഈക്വൽ ടു 3. ഓക്കെ, 3 ടൈംസ് എന്നാണ് ആൻസർ വരിക. ഒരു എക്സാമ്പിൾ കൂടി പറയുന്നു. EBIT 6 lakhs, 15% ഡിബഞ്ചർ, 10% പ്രിഫറൻസ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ, ദെൻ ടാക്സ് റേറ്റ്, ഫൈൻഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇപ്പോൾ എങ്ങനെ ഫിക്സഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കാണാം? ആദ്യം നമ്മൾ EBIT എഴുതുക. ആ സ്റ്റേറ്റ്മെൻറ്റ് അതേ രൂപത്തിൽ ഇങ്ങനെ ഓർഡറിൽ എഴുതണം. എന്തൊക്കെയാണ്? EBIT 60,000 ലെസ്, ആദ്യം അത് ലെസ് ചെയ്യുക, ഇൻട്രസ്റ്റ്, അല്ലേ, 15% ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ലെസ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, 1,00,000 രൂപയാണ് ഡിബഞ്ചർ വരുന്നത്, അതിൻ്റെ 15% 15,000 രൂപ വരും. അപ്പോൾ നമ്മൾ 60,000 മൈനസ് 15, ബാലൻസ് എത്ര കിട്ടും? 45,000 പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്, അല്ലേ. ഇനി എന്ത് ചെയ്യണം? ലെസ് ടാക്സ് 50% ആണ്, 50% ടാക്സ് ലെസ് ചെയ്യണം. അപ്പോൾ വീണ്ടും 45 22,500 വരും. ബാക്കിയുള്ളതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനിയാണ് നമ്മൾ ലെസ് പ്രിഫറൻസ്, അല്ലേ, ക്യാപിറ്റൽ, പ്രിഫറൻസ് ഡിവിഡൻഡ് വരിക 10% ഓഫ് 2 lakh ആണ്, 20,000 വരും. അപ്പോൾ ഈ രൂപത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, അല്ലേ, പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണെന്ന് കിട്ടും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസർ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലേ, നിങ്ങളെല്ലാ ആൻസറും കൂടി ഒന്നിച്ച് ഒറ്റ കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഓവറോൾ കവറേജ് റേഷ്യോ. ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു കവർ ഓൾ ഫിക്സഡ് ചാർജസ്. ഇപ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്ത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്, സെക്കൻഡ് നോക്കിയത് പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം കൂടി കവർ ചെയ്യുന്നത്, അതായത് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും, അല്ലേ. ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു കവർ ഓൾ ഫിക്സഡ് ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, ദെൻ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ലോങ് ടേം ലോൺ, അല്ലേ, ലോങ് ടേം ലോൺ റീപേയ്മെൻറ്റ്, ഇതെല്ലാം കൂടി കവർ ചെയ്യാനുള്ള റേഷ്യോ ആണ് നമ്മൾ ഓവറോൾ കവറേജ് റേഷ്യോ. ഇക്വേഷൻ ഇതാണ്. EBIT നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ഇതെല്ലാം കൊടുക്കുക. സോ EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ലോൺ ഇൻട്രസ്റ്റ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, ലീസ് റീപേയ്മെൻറ്റ്, അല്ലേ, ലീസിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്, ലീസ് റെൻ്റൽ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഫിക്സഡ് പേയ്മെൻ്റ് ആണ്, എല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓവറോൾ കവറേജ് റേഷ്യോ ഈക്വൽ ടു EBIT ഇവിടെ 90,000 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. ഈ കേസിൽ ഇവിടെ ടോട്ടൽ ഫിക്സഡ് ചാർജ് 2 എണ്ണമാണ് വരുന്നത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 30,000 രൂപ, പ്രിഫറൻസ് ഡിവിഡൻഡ് 10,000 രൂപ, 40,000 രൂപ. സോ 90,000 ഡിവൈഡ് ബൈ 40,000. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. EBIT 80,000, 15% ഡിബഞ്ചർ 2 lakhs, അല്ലേ, അതായത് ഇൻട്രസ്റ്റ് വരിക 30,000 രൂപ വരും. 10% പ്രിഫറൻസ് ക്യാപിറ്റൽ 1 lakh, അപ്പോൾ 10,000 രൂപ പ്രിഫറൻസ്, അല്ലേ, ഡിവിഡൻഡ് വരും. ഇക്വിറ്റി തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. ഫൈൻഡ് ഓവറോൾ കവറേജ് റേഷ്യോസ്. എന്തുമാത്രം മതി? EBIT കിട്ടിയാൽ മതി. EBIT 80,000 ഡിവൈഡ് ബൈ ഫിക്സഡ് ചാർജസ് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? ഒന്ന് ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ 15,000, പ്രിഫറൻസിൻ്റെ 10%. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എല്ലാ ആൻസറും കൂടി ഒറ്റ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, താങ്ക് യു. ദിസ് ആർ റിഗാർഡിംഗ് ദി കവറേജ് റേഷ്യോസ്.